എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർ കീ അടക്കമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പർ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ചോദ്യം പരിചയപ്പെട്ടാലോ? ദ സിറ്റുവേഷൻ റിലേറ്റഡ് ടു മോഷൻ ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദം. കുറച്ച് സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തേത് മോഷൻ ഓഫ് ദ ബ്ലേഡ് വെൻ മിക്സർ ഓപ്പറേറ്റഡ്. ഇപ്പോൾ മിക്സിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ബ്ലേഡ് ഇങ്ങനെ കറങ്ങുന്നത്. ആ ഒരു കറക്കം, ആ ഒരു മോഷൻ ഏത് ടൈപ്പാണ്? അതെന്താണ്? റൊട്ടേഷനാണ്. അപ്പോൾ ബ്ലേഡ് ഇങ്ങനെ വട്ടത്തിൽ, മിക്സി പ്രവർത്തിക്കുമ്പോൾ ബ്ലേഡ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റൊട്ടേഷനാണ്. നെക്സ്റ്റ്, മോഷൻ ഓഫ് ദ ലെതർ മെംബ്രെയിൻ വെൻ ഡ്രം ഈസ് ബീറ്റൺ. ഇപ്പം നമ്മൾ ഡ്രമ്മൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അടിക്കുമ്പോൾ അതിലെ ലെതർ മെംബ്രെയിൻ്റെ മോഷൻ എന്താണ്? അത് ഓസിലേഷനാണ്. എന്താണ്? ഓസിലേഷൻ. മൂവ്മെൻറ്റ് ഓഫ് ദ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിലല്ലേ, അപ്പോൾ അതെന്താണ്? ലീനിയർ മോഷൻ. ഇനി മൂവ്മെൻറ്റ് ഓഫ് ദ ടിപ്പ് അറ്റ് ദ നീഡിൽ ഇൻ ദ ക്ലോക്കിൻ്റെ നീഡിൽ അതെങ്ങനെയാണ്? അത് സർക്കുലർ മോഷനാണ്. ക്ലോക്കിലെ സൂചി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മോഷൻ ദാറ്റ് മേക്സ് പ്ലേസ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൊട്ടേഷൻ ആൻഡ് സർക്കുലർ മോഷൻ? റൈറ്റ് 2 സിറ്റുവേഷൻ വിച്ച് മോഷൻ ഓഫ് എയർ ഈസ് ഐഡൻറ്റിഫൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുമ്പം, ഇൻ റൊട്ടേഷൻ ദ ബോഡി മൂവ്സ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പം, ഇൻ സർക്കുലർ മോഷൻ ദ പാത്ത് ഓഫ് മോഷൻ ഈസ് ഇൻ സർക്കിൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് 2 സിറ്റുവേഷൻ ഇൻ വിച്ച് ഓഫ് മോഷൻ ഓഫ് എയർ ഈസ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ വെൻ ലീവ്സ് മൂവ് ഇൻ ദ വിൻഡ് വൈൽ വേവിങ് ഫാൻ. അപ്പോൾ ഇത് സിറ്റുവേഷൻ ചോദിച്ചാൽ എന്താണ്? ഈ എയറിൻ്റെ മോഷൻ, നമ്മൾ എയറിന് മോഷൻ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? നല്ല കാറ്റ് വീശുമ്പോൾ നമുക്കറിയാം. വെൻ ലീവ്സ് മൂവ് ഇൻ ദ വിൻഡ്, കാറ്റിൽ നമ്മൾ ഇലകളെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചായുന്ന കാണാം. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എയറിന് മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. വെൻ ലീവ്സ് മൂവ് ഇൻ ദ വിൻഡ്. പിന്നെ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഗിയറുമായിട്ട് ബന്ധപ്പെട്ട. എ മോഡൽ ഓഫ് എ ഡിവൈസ് മെയ്ഡ് ബൈ അപ്പോ ഈസ് ഗിവൺ, വിച്ച് ഈസ് ദ ഡിവൈസ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താണ്? നമുക്കറിയാമല്ലോ, ഗിയറാണ്. ഫോർ വാട്ട് ഓൾ പർപ്പസ് ഈസ് ദിസ് ഡിവൈസ് യൂസ്ഡ് ഇൻ മെഷീൻ? ഈ മെഷീനിൽ ഈ ഗിയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ, സ്പീഡ് വർദ്ധിപ്പിക്കാൻ. പിന്നെ ടു റൊട്ടേറ്റ്, ടു ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും. അപ്പോൾ 3 യൂസേജാണ്. ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ, ടു റൊട്ടേറ്റ്, ടു ചേഞ്ച് ഡയറക്ഷൻ. ഇനി അടുത്ത, റൈറ്റ് ദ നെയിം ഓഫ് 4 മെഷീൻസ് ഇൻ വിച്ച് ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ്. ഈ ഗിയർ യൂസ് ചെയ്യുന്ന 4 മെഷീൻസിൻ്റെ പേര് എഴുതാനാണ്. ഒന്ന് ക്ലോക്ക്, ഒന്ന് ഷുഗർ കെയിൻ ജ്യൂസർ, ഹാൻഡ് ഡ്രില്ല്, റബ്ബർ ഷീറ്റിംഗ് മെഷീൻ. ഇതിലൊക്കെ ഗിയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗിയറിൻ്റെ പർപ്പസ് എന്താണെന്ന് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് സീൻ ഇൻ ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്? പെൻഡുലം നിങ്ങൾ അറിയാലോ, ക്ലോക്കിൻ്റെ പെൻഡുലം. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മോഷൻ? റൈറ്റ് 2 അതർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മോഷൻ. അപ്പോൾ മോഷൻസ് ഓരോന്നും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓസിലേഷനാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദ ടു ആൻഡ് ഫ്രം മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ. അതായത് പെൻഡുലം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ, അത് ഇങ്ങനെ ഈ ഒരു മീൻ പൊസിഷനിൽ അത് ഇങ്ങോട്ടും അനങ്ങാന്നല്ലാണ്ട് വേറെ അങ്ങോട്ടും പോയില്ല. അതാണ് ഓസിലേഷൻ. പിന്നെ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് 2 അതർ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഓസിലേഷന് വേറെ 2 ഉദാഹരണം എഴുതാനാണ്. ദ മോഷൻ ഓഫ് എ സ്വിങ്. നമ്മൾ ഊനാലിടുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അല്ലേ, നമ്മൾ പെൻഡുലം പോലെ തന്നെ അല്ലേ, അവിടുന്ന് പോയി പിന്നെ ഇങ്ങോട്ട് വരിക. ദ മോഷൻ ഓഫ് ദ വൈപ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ മുന്നിലുള്ള വൈപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അതും ഒരു മീൻ പൊസിഷനിൽ അപ്പുറത്തും ടു ആൻഡ് ഫ്രം മോഷനാണ്. അപ്പോൾ ഓസിലേഷന്, റൊട്ടേഷൻ, വൈബ്രേഷൻ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയറാണ്.
Selim stated in a seminar that it is plants that perform the only chemical energy storage in nature. Do you agree to this statement? Substantiate. Name the process by which chemical energy is stored. What is the energy change that takes place? അപ്പോൾ സെലിമ ഒരു സെമിനാറിൽ പറയാണ് ഈ പ്ലാന്റ്സ് ദാറ്റ് പെർഫോം ഓൺലി കെമിക്കൽ പ്ലാന്റ്സിന് മാത്രമേ കെമിക്കൽ എനർജി സ്റ്റോറേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഐ അഗ്രി ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ഓൺലി പ്ലാന്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാർച്ച് ഇൻ നേച്ചർ. പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. ദേ ട്രാൻസ്ഫോം ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. ഇനി നെയിം ദ പ്രോസസ് ബൈ വിച്ച് കെമിക്കൽ എനർജി സ്റ്റോറി. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഈ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് സോളാർ എനർജി ട്രാൻസ്ഫോം ടു കെമിക്കൽ എനർജി. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോളാർ എനർജി എനർജി ഫ്രം സൺ, അതാണ് സോളാർ എനർജി. അത് എന്തായി മാറ്റാണ്? അത് കെമിക്കൽ എനർജി ആയിട്ട് മാറാണ്.